നമ്മുടെ YWW ഗ്രൂപ്പിൻ്റെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാരാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളും, അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ മോള് +2 കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഏത് കോളേജിലാണ് അവൾക്ക് നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഏതാണ് നല്ല കോളേജ് നഴ്സിംഗിന് പറ്റിയത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പറ്റിയത്, അല്ലെങ്കിൽ MBBSന് പറ്റിയ നല്ല കോളേജ് ഏതാണ്? ഈ ചോദ്യം നമ്മളിവിടെ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇപ്പോഴും ആളുകൾ പണ്ടത്തെ അതേ പാത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് തൊട്ടേ ആളുകൾ പോകുന്ന ഒരു കാര്യമാണ്, ഒന്നെങ്കിൽ നഴ്സിംഗിന് പോവുക, അല്ലെങ്കിൽ MBBSന് പോവുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവുക, അല്ലെങ്കിൽ ഡിഗ്രിക്ക് BComന് പോവുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് മേഖലകൾ എന്തൊക്കെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഹൈ ക്ലാസ് ഫാമിലിക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് കുറച്ചും കൂടി എക്സ്പോഷർ ലഭിച്ചിട്ടുണ്ടാകും, അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്ത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ എങ്കിലും നമ്മുടെ കേരളത്തിൽ കൂടുതലും മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ല. ഈ സാധാരണക്കാരെല്ലാം ഒന്നെങ്കിൽ നഴ്സിങ്ങിന് പോകാം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകാം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ സത്യത്തിൽ ഇതാണോ നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വേണ്ടത്? അവരൊരു പുസ്തകപ്പുഴുവിനെ പോലെ വളരണോ? അല്ല. നമ്മുടെ മാറി വരുന്ന രീതിക്ക് അനുസരിച്ച് കോമ്പിറ്റൻ്റ് ആയിട്ട് നമ്മുടെ പെൺകുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അത് പാരൻസിൻ്റെ ആണെങ്കിലും സൊസൈറ്റിയുടെ ആണെങ്കിലും സർക്കാരിൻ്റെ ആണെങ്കിലും ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് കോമ്പിറ്റൻ്റ് ആയിട്ട് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് തന്നെ കരിയർ ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SSLC കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യുക? ഏത് പോകണം? എഞ്ചിനീയറിംഗിന് പോകണോ, നഴ്സിംഗിന് പോകണോ, MBBSന് പോകണോ? കൺഫ്യൂഷനാണ്. അപ്പോൾ അവരൊരു കാര്യം ചെയ്യും, സയൻസ് എടുത്തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് പോകാം. ഈ രീതിയിലാണ് തീരുമാനിക്കുന്നത്. അതായത് എന്ത് വേണമെന്നില്ല, 3-4 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം, ബാക്കി +2 കഴിഞ്ഞിട്ട് ചിന്തിക്കാം. ഈ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. നമുക്ക് SSLCയുടെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അവർക്ക് കരിയർ ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ കൊടുക്കാം. അത് അവർക്ക് മാത്രമല്ല പാരൻസിനും കൊടുക്കണം. കാരണം സ്റ്റുഡൻസ് ഇപ്പോൾ പറയുകയാണ്, അവർക്ക് നമ്മളൊരു കരിയർ ഓറിയൻറ്റഡ് ക്ലാസ് കൊടുത്തു, അവരുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇന്ന കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാഷനുമായിട്ട് കണക്റ്റഡ് ആവുന്നത് ഈ കോഴ്സാണ്, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ ഞാൻ ആ ജോലിയിൽ ഹാപ്പി ആയിരിക്കും എന്ന് സ്റ്റുഡൻറ്റ് അനലൈസ് ചെയ്തു, അവർ തീരുമാനിച്ചു. പക്ഷേ അവർ ആ ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പാരൻസ് ചിലപ്പോൾ പറയുന്നത് അവർ കേട്ടിരിക്കുന്നത് നഴ്സിംഗും എഞ്ചിനീയറിംഗും മാത്രമായിരിക്കാം. അപ്പോൾ അവർ പറയും, നിങ്ങൾ കുട്ടിയോട് പറയും, കുട്ടി കൊണ്ടുവന്നതിനൊന്നും സ്കോപ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭാവിയിൽ നിനക്ക് അതിനൊന്നും ശമ്പളം കിട്ടത്തില്ല, നല്ല ജോലിയൊന്നും കിട്ടത്തില്ല, സോ അതുകൊണ്ട് അതൊന്നും വേണ്ട, മോളൊരു കാര്യം ചെയ്യും, ഞാൻ നഴ്സിംഗിന് അഡ്മിഷൻ എടുത്തരാം, നഴ്സിംഗിന് പോയാൽ മതി, സയൻസ് എടുക്കും എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റുഡൻസിനും പാരൻസിനും രണ്ടുപേർക്കും ഒരുമിച്ച് കരിയർ ഓറിയൻറ്റഡ് ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരൻസിനും സ്റ്റുഡൻസിനും ഒരുപോലെ ഒരേ ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം ഇവരുടെ ഒരു കരിയർ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് സ്റ്റുഡൻസും, പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരു മേജർ റോൾ വഹിക്കുന്നത് പാരൻസുമാണ്. അവരുടെ പാരൻസിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2 പേരിലേക്കും ഒരു ബോധവൽക്കരണം നടത്തിയിരിക്കണം. അതിനുശേഷം നമുക്ക് +1 +2 സെക്ഷൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇന്ന കോഴ്സുകൾ നിങ്ങൾക്ക്, ഇതാണ് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് +1ൻ്റെയും +2ൻ്റെയും കൂട്ടത്തിൽ ഇന്ന കോഴ്സുകൾ പഠിക്കാം. ഇതൊക്കെ നമുക്ക് SSLC തലത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ 1ാം ക്ലാസ് തൊട്ട് കുറേ സബ്ജക്റ്റുകൾ പഠിച്ചു വരുന്നുണ്ട്, പരീക്ഷ എഴുതി എക്സാം എഴുതി പാസ്സായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഫ്യൂച്ചറിൽ സ്കോപ്പ്, വരും വർഷങ്ങളിൽ സ്കോപ്പുള്ള മേഖലകൾ ഇതൊക്കെയാണ് എന്നുള്ളത് അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ സ്കോപ്പുള്ള ധാരാളം മേഖലകളുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എക്സ്പെർട്ട്, ഫ്യൂച്ചറിൽ വളരെയധികം സ്കോപ്പുള്ളൊരു മേഖലയാണ്. അതുപോലെ തന്നെ ഡാറ്റ അനലിസ്റ്റർ, അതുപോലെ തന്നെ ഡാറ്റ സയൻറ്റിസ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഇതൊക്കെ ഫ്യൂച്ചറിൽ, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഇതൊക്കെ വളരെ സ്കോപ്പുള്ള മേഖലകളാണ്. അപ്പോൾ ഇത്തരം മേഖലകളെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നൽകണം. അപ്പോൾ അത് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും വരേണ്ട കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ അസറ്റ്, സമ്പത്ത് എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറയാണ്. അപ്പോൾ ആ തലമുറയ്ക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് നമ്മുടെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മൾ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി
കാര്യമായിട്ട് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ചർച്ചകൾ തുടങ്ങണം. ഓക്കെ, എൻ്റെ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അവൾക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏത് പഠിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം ഇപ്പം നമ്മുടെ രീതിയിലുണ്ടോ, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നിലവിലുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരണമെന്നത് എങ്ങനെയാണ് കൊണ്ടുവരിക? നമ്മൾ ഓരോരുത്തരും പറഞ്ഞാൽ തന്നെ നടക്കത്തുള്ളൂ. ഒരാൾ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കണം, ഓക്കെ, എൻ്റെ മോളുടെ ഫ്യൂച്ചർ നന്നായിട്ട് വരണം, എൻ്റെ മോൻ്റെ ഫ്യൂച്ചർ നന്നായിട്ട് വളരണം, അതുപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും ഫ്യൂച്ചർ നന്നായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ചർച്ച സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട അതോറിറ്റി സർക്കാരിൻ്റെ മുൻപിൽ ആ ഒരു സബ്ജക്റ്റ് എത്തും. തീർച്ചയായിട്ടും അതിന് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വരും തലമുറയെങ്കിലും കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി കൃത്യമായിട്ടുള്ള അവരുടെ പാഷൻ അനുസരിച്ചുള്ള പാത തിരഞ്ഞെടുത്ത് അവരുടെ പാഷനും അവരുടെ ഇഷ്ടങ്ങൾക്കും ചേർന്ന ഉതകുന്ന രീതിയിലുള്ള കരിയർ ചൂസ് ചെയ്ത് അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും.